യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായിരുന്നു യൗസേപ്പ്. ജീവന്റെ സംരക്ഷകനുമായിരുന്നു യൗസേപ്പ്. യൗസേപ്പ് പിതാവിലെ രണ്ട് വലിയ മൂല്യങ്ങൾ: ഒന്ന്, തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരൻ; രണ്ട്, ജീവന്റെ സംരക്ഷകൻ. ഈ രണ്ട് വലിയ മൂല്യങ്ങൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൽ നമ്മൾ കണ്ടെത്തുകയാണ്. യൗസേപ്പും മറിയവും യേശുവും ചേർന്നുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിന്റെ സംരക്ഷകനായിരുന്നു, കാവൽക്കാരനായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന കുടുംബം, ആ കുടുംബം എപ്രകാരം ഒരു കുടുംബനാഥൻ പരിപാലിക്കണം, ഒരു കുടുംബത്തെ എങ്ങനെ ഒരു കുടുംബനാഥൻ കൊണ്ടുപോകണം എന്ന് വിശുദ്ധ യൗസേപ്പിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ്. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിലൂടെ നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്നത് ദൈവവും ഭർത്താവും ഭാര്യയും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. 3 പേരാണ് കുടുംബത്തിൽ. ഒരു ഫാനിന്റെ 3 ചിറകുകൾ പോലെ അത് ഒരുമിച്ച് കറങ്ങുമ്പോൾ ഒന്നായിട്ട് തോന്നും. ഇതുപോലെ കുടുംബം ദൈവം, ഭർത്താവ്, ഭാര്യ, ഇവർ 3ഉം കൂടുന്ന ഒരു ഫാൻ പോലെയാണ്. ആ കൂട്ടത്തിൽ ദൈവം മക്കളെ തന്നില്ലെന്നിരിക്കാം. ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനം കുടുംബം. ഇപ്പൊ യൗസേപ്പ് പിതാവ് തിരുകുടുംബത്തിന്റെ കാവൽക്കാരനാകുമ്പോൾ നമ്മോടൊക്കെ പറയുന്നു, നമുക്ക് തന്നിരിക്കുന്ന കുടുംബത്തെ ഒരു തിരുകുടുംബമാക്കി നമുക്ക് മാറ്റാൻ പറ്റുമോ, അതോ കുടുംബജീവിതം ഒരു തകർന്ന അവസ്ഥയിലാണോ ഇന്ന് കിടക്കുക? തിരുകുടുംബത്തിന്റെ ഏറ്റവും വലിയ മാതൃക എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീതിമാനായ അപ്പൻ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ, ജ്ഞാനത്തിൽ പ്രായത്തിൽ വിശുദ്ധിയിൽ വളർന്നു വന്ന മോൻ, ഇതെല്ലാം കൂടെ കൂടിയതായിരുന്നു തിരുകുടുംബം. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതം ഒരു തിരുകുടുംബം ആയിട്ട് മാറണമെങ്കിൽ നസ്രസിലെ കുടുംബത്തിന് അതേ മാതൃക വേണം. നല്ല നീതിയും സത്യസന്ധതയുമുള്ള ഒരപ്പനുണ്ടാകണം. അധികമൊന്നും ഒരു കമന്റും പറയാതെ എല്ലാം ഉള്ളിൽ സംഗ്രഹിക്കുന്ന ഒരമ്മയുണ്ടാകണം. ജ്ഞാനത്തിൽ പ്രായത്തിൽ വിശുദ്ധിയിൽ വളരുന്ന മക്കളുണ്ടാകണം. എല്ലാവരുടെ കൂടുമ്പോഴാണ് കുടുംബം തിരു കുടുംബമായിട്ട് മാറുക. നമ്മുടെയൊക്കെ ഭവനം വിശുദ്ധ കുടുംബങ്ങളായിട്ട് മാറുന്നത് ഈ ഒരു അവസരത്തിലാണ്. ഇന്ന് നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണെന്ന് നമ്മളൊന്ന് സ്വയം പരിശോധന ചെയ്യണം. പലപ്പോഴും പല കുടുംബങ്ങളുടെയും ഒരു വലിയ പ്രശ്നം, കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ കുത്തിപ്പൊക്കി പറഞ്ഞ് ഭർത്താവിനെ നൊമ്പരപ്പെടുത്തുന്ന, ഭാര്യയെ നൊമ്പരപ്പെടുത്തുന്ന കുടുംബം, അവിടെ അനുഗ്രഹമില്ല. യൗസേപ്പ് പിതാവ് മാതാവിനെ കുറിച്ച് അതിവിധം പറഞ്ഞെങ്കിൽ, കല്യാണത്തിന് മുമ്പ് നീ ഗർഭിണിയായില്ലേ, പരിശുദ്ധാത്മാവിന്റെ എന്നൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കും? ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തുവാക്ക് പറയുന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ അവിടെ കാണുന്നില്ല. ഒരു സ്ത്രീ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയം, നല്ല പണക്കാരിയാണ്, ഒറ്റയ്ക്ക് താമസിക്കുക, വീടിന്റെ മുൻവശത്തെ വാതിൽ ഭദ്രമായിട്ട് കൊളുത്തിട്ട് സാക്ഷായിട്ട് മുറുക്കി പൂട്ടി അങ്ങ് അടച്ചു വെച്ചു. ആ വാതിലെ ചേർത്തൊരു മുഴുത്ത മേശയിട്ട്, വല്ല കളന് ഇടിച്ചു കയറിയാൽ ഈ മേശയും കൂടെ മറിച്ചുകൊണ്ട് വേണം അകത്തോട്ട് വരാൻ. തലയിന് കീഴെ നല്ല മൂർച്ചയുള്ള ഒരു വെട്ടുകത്തി എടുത്തു വെച്ചു. അവനെങ്ങാനും വന്നാൽ ഒറ്റ വെട്ട് തലയും ഉടലും മുറിയണം. നല്ല വാശിക്കാരി സ്ത്രീയാ, ഇഷ്ടംപോലെ പണമുണ്ട്. മുൻവശത്തെ വാതിൽ ഭദ്രമായിട്ട് പൂട്ടിയിട്ടു, ചേർത്തൊരു വലിയ മേശയിട്ടു, തലയിന് കീഴെ കത്തി വെച്ചു. ബാക്കി നോട്ടുകളെല്ലാം കട്ടിലിന് കീഴെ വെക്കുന്ന പോലെ ഒരു പെട്ടിക്കത്താക്കി വെച്ചു. സുഖമായിട്ട് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറങ്ങി. ഇത്രയും ഭദ്രമായിട്ടാണല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ട്, പണപ്പെട്ടിയില്ല, മുൻവശത്തെ വാതിൽ അതുപോലെയുണ്ട്, മേശ അതുപോലെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ, ഇത്രയും ശ്രദ്ധയോടുകൂടി മുൻവശത്തെ വാതിൽ പഠിച്ച് മേശയിട്ടപ്പം പുറകുവശത്തെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. ഇതായിരുന്നു പ്രശ്നം. പലപ്പോഴും കുടുംബജീവിതം തകരുന്നത് പുറകുവശത്തെ വാതിലുകൾ ചില ആൾക്കാർ തുറന്നിടും. എന്നാലും പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് താൻ അങ്ങനെ ആയിരുന്നല്ലോ, പുറകുവശത്തെ ഒരു വാതിൽ അവൾ തുറക്കുക. നീ എന്നാലും പണ്ട് നീ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഈ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കും. പുറകുവശത്തെ വാതിൽ തുറന്നിടും, മുൻവശത്തെ വാതിൽ പൂട്ടിയിടും. മക്കൾക്ക് പഠിക്കാനായിട്ട് നല്ല സംവിധാനം, മുൻവശത്തെ വാതിൽ, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ബാങ്ക് ബാലൻസ്, സുന്ദരമായ വീട്, മുമ്പോട്ടുള്ളതൊക്കെ ഭംഗിയാക്കിയിടും. പക്ഷെ പിന്നാമ്പുറങ്ങൾ തുറന്നിടും. അവിടെയാണ് തകർച്ച. പക്ഷെ നസ്രസിലെ കുടുംബത്തിൽ പിന്നാമ്പുറങ്ങൾ തുറന്നിട്ടില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊരു വാക്കുപോലും ഭാര്യയോട് യൗസേപ്പ് പിതാവ് പറഞ്ഞിട്ടില്ല. ഒരു പാഴ്വാക്കുപോലും യൗസേപ്പിനോട് മറിയം പറഞ്ഞിട്ടില്ല. ഭദ്രമായൊരു ജീവിതം, പ്രത്യേകിച്ച് മതമൂല്യങ്ങളും മറ്റും മുറുകെ പിടിച്ച ഒരു ജീവിതം. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ
നമ്മൾ കാണുന്നു. 12 വയസ്സായ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് യോസേപ്പ് പിതാവും മാതാവും പോകുന്നു. യഹൂദ മതത്തിന് ഒരു നിയമമുണ്ട്. 12 വയസ്സുവരെ ഒരു ബാലൻ ഗ്രാമത്തിലെ സിനഗോഗിൽ വേദപുസ്തകം പഠിക്കണം. 12 വയസ്സാകുമ്പോൾ ഗ്രാമത്തിൽ പഠിച്ചത് ശരിയാണോന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ ജെറുസലേം ദേവാലയത്തിലെ മഹാപണ്ഡിതന്മാരെ പോയി കാണണം. അതിനുവേണ്ടി 12 വയസ്സുള്ള യേശുവിനെയും കൂട്ടി യോസേപ്പും മറിയവും കൂടി പോകുന്നു. സ്വന്തം മതത്തിന്റെ മൂല്യങ്ങൾ, സമൂഹത്തിലെ നിയമങ്ങൾ ഒട്ടും വെള്ളം ചേർക്കാതെ അക്ഷരം പ്രതി പാലിക്കുന്ന യോസേപ്പ് പിതാവിനെയാണ് നമ്മൾ കാണുക. ഇന്ന് ഓരോ അപ്പനോടും അമ്മയോടും വിശുദ്ധ യോസേപ്പ് പറയുന്നു, ഞാൻ സഭയുടെ മകനാണ്, സഭയുടെ മകളാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഉണ്ട് ചില പാരമ്പര്യങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മളെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ. ആ പാരമ്പര്യങ്ങൾ, ആ ദൗത്യങ്ങൾ അത് പൂർണ്ണമായി സൂക്ഷിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുക. മതപരമായ മൂല്യങ്ങൾ, നമ്മളെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ച ചിട്ടയായ കാര്യങ്ങൾ, അതിനോട് കാണിക്കുന്ന ഒരു വലിയ വിശ്വസ്തത, ഒരു വലിയ പ്രതിബദ്ധത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പലപ്പോഴും സമ്പത്തൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ, ജീവിത സൗകര്യങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ പള്ളി വേണ്ട, പട്ടക്കാര് വേണ്ട, കൂതാശ വേണ്ട, കുമ്പസാരം വേണ്ട, പാരമ്പര്യങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്നവർക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം മക്കളാണ്. ആകാവുന്ന കാലത്ത് ഇളകി മറിഞ്ഞ് കൂത്താടി നടക്കുകയും മക്കൾക്കൊരു മാതൃക കൊടുക്കാതെ ഇരുന്നിട്ട് അവസാനം മക്കൾ കരിവേപ്പല പോലെ വലിച്ചെറിയുമ്പോൾ അച്ഛന്മാരെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കാനും പ്രശ്നം തീർക്കാനും വരുന്ന നിരർത്ഥകമായ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവം നൽകിയൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതകൾ ഇവിടെയാണ് നമ്മൾ പറയുക. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ യോസേപ്പ് പിതാവിനെ നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബം തിരുക്കുടുംബങ്ങളാകണം, മാതൃകാ കുടുംബങ്ങളാകണം. മറ്റുള്ളവർ നോക്കിയിട്ട് പറയണം, ആ അപ്പനെ നോക്കി പഠിക്കുക, അമ്മയെ നോക്കി പഠിക്കുക, ഈ മക്കളെ നോക്കി പഠിക്കുക. എല്ലാവർക്കും നോക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ നമുക്ക് പറ്റണം. അവിടെയാണ് പറയുക, പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്ന മാതാപിതാക്കൾ, സന്ധ്യാപ്രാർത്ഥന എത്തിക്കുന്ന മാതാപിതാക്കൾ, വേദപുസ്തകം വായിക്കുന്ന മാതാപിതാക്കൾ. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ കുഞ്ഞുങ്ങളും അതുപോലെ ചെയ്യും. രാവിലെ 7:30 പള്ളിയിൽ കുർബാനയുണ്ട്. 7:20 10 മിനിറ്റ് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ 7:30 പള്ളിയിൽ ചെല്ലുള്ളൂ. അപ്പനും അമ്മയും അങ്ങനെ പോകുന്ന കാണുമ്പോൾ മക്കളും അതുപോലെ പോകും. അമ്മയും 4 വയസ്സുള്ള മോനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു 7:20 പള്ളിയിൽ പോകാൻ. അപ്പനെ വിളിച്ചു, നിങ്ങൾ വരുന്നില്ലേ മനുഷ്യ, നീ പൊക്കോടി കൊച്ചും കൂടെ, ഞാൻ പിന്നെയെങ്ങാനും വന്നേക്കാം. അമ്മയും മോനും നോക്കുമ്പം ക്രിസ്മസ് പപ്പാടെ കൂട്ട് നരച്ച് പതിപ്പിച്ച ക്രീമും ഒക്കെ പുരട്ടി ഇങ്ങനെ ഇരിപ്പുണ്ട്. കുഞ്ഞിന് മനസ്സിലായി, അപ്പന് വേണ്ടാത്ത ഈ സാധനം എനിക്കും വേണ്ടേ വേണ്ട. മനസ്സില്ലാ മനസ്സോടെ അവൻ പള്ളിയിൽ ചെന്നു. അമ്മയുടെ കൂടെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഈ 4 വയസ്സുകാരൻ നിൽക്കുന്നു. സുവിശേഷ വായന കഴിഞ്ഞു. മോൻ വിളിച്ചു, അമ്മേ അമ്മേ എന്നതാടാ, നോക്കമ്മേ എന്നെ ചേർക്ക, ദാണ്ടമ്മേ എന്നതാടാ. ദാണ്ടമ്മയെ നമ്മുടെ പട്ടി നോക്കും. വീട്ടിലെ പട്ടി പള്ളിയുടെ ഫോട്ടിക്കോയിൽ ചെവിയും തളർത്തി നാക്കും പുറത്തേക്കിട്ട് വാലും വളച്ച് വെച്ച് പുറത്തിരിപ്പുണ്ട്. അമ്മ പറച്ചേ, പട്ടിയെ നോക്കാതെ ഈശോയെ നോക്കടാന്ന് പറഞ്ഞു. അവൻ വീണ്ടും അൾത്താരിലേക്ക് നോക്കി. കാഴ്ച പോയി പോയപ്പോ അവൻ വീണ്ടും അമ്മയെ ഞുള്ളി, അമ്മേ അമ്മേ എന്നതാടാ, നോക്കമ്മേ എന്നതാടാ, ദാണ്ടമ്മേ എന്നെ ഇറക്ക. ദാണ്ടമ്മയെ നമ്മുടെ അപ്പൻ നോക്കിയപ്പം പട്ടിയുടെ അതേ ഷേപ്പിൽ അപ്പനും വന്ന് ഇപ്പുറത്തിരിപ്പുണ്ട്, പട്ടി കുത്തിയിരിക്കുന്ന പോലെ. കൊച്ചിന് പിടികിട്ടി, എന്റെ അപ്പനേക്കാൾ സ്റ്റാൻഡേർഡ് വീട്ടിലെ പട്ടിക്കാണ്. കാരണം പട്ടി സുവിശേഷ വായന കഴിഞ്ഞപ്പം വന്നു, അപ്പം വന്നപ്പം കാഴ്ചവെപ്പും കഴിഞ്ഞു. എതിർസാക്ഷ്യം. ഇപ്പൊ ജീവിതത്തിൽ ഒരിക്കലും എതിർസാക്ഷ്യങ്ങൾ ആകരുത്, ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റുക. ഇതാണ് ഒരു തിരുക്കുടുംബം എന്ന രീതിയിൽ കുടുംബങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ഒരു ചിട്ട, ഒരു ക്രമം. കുഞ്ഞുങ്ങൾക്ക് മാതൃകയായ മാതാപിതാക്കളാകുക. അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പനും അമ്മയ്ക്കും ഇല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നമുക്കുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ. വാട്ടർ ടാങ്കിൽ വെള്ളമുണ്ടെങ്കിലേ ടാപ്പിലൂടെ വെള്ളം വരൂ. വാട്ടർ ടാങ്ക് എംടി ആണെങ്കിൽ ടാപ്പ് തുറന്നാൽ ഗ്യാസേ വരൂ, ഒരിക്കലും വെള്ളം വരികയില്ല. മാതാപിതാക്കൾ എന്ന് പറയുന്ന വാട്ടർ ടാങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപശക്തി, ഇതാണ് കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത്. നമുക്കതില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഉഴപ്പി പൈസ ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരപ്പന് മക്കളെ തിരുത്താൻ പറ്റുമോ? ദൈവകാര്യങ്ങൾ ഒരു താല്പര്യമില്ലാത്ത മാതാപിതാക്കൾക്ക് മക്കളോട് പള്ളിയിൽ പോടാ, പ്രാർത്ഥിക്കടാ, ബൈബിള് വായിക്കടാ പറയാൻ പറ്റുമോ? നമുക്കുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ. അല്ലാണ്ട് പറയുക ഒരു തിരുകുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണോ? സന്ധ്യാപ്രാർത്ഥന വേണം. അത് പ്രത്യേകിച്ച് രാത്രി 7-നും 9-നും ഇടയിൽ
ശരിക്കും ഒരു പ്രാർത്ഥന. 9 കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഉറക്കം. 7 മണിക്ക് മുമ്പാണോ ഒത്തിരി പണി. അതുകൊണ്ട് 7-നും 9-നും ഇടയിൽ ശരിക്കും ഒരു പ്രാർത്ഥനാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ വേണം. വളരെ പ്രധാനപ്പെട്ടത്, തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ യോസേഫിനെ പോലെ ഓരോ കുടുംബനാഥയെയും ദൈവം ഏൽപ്പിക്കുമ്പോൾ പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു പ്രാർത്ഥനാന്തരീക്ഷം. 7-നും 9-നും ഇടയിൽ ഒരു പ്രാർത്ഥനാ സമയത്ത് മൊബൈൽ ഫോൺ സിസ്റ്റങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. ഒരു മാതൃകാ കുടുംബമായിട്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയുടെ സമയം 100 കൂട്ടം കാര്യങ്ങളും ഇടയ്ക്കുള്ള വർത്തമാനം പറച്ചിലുകളുമില്ല. ഗൗരവമുള്ള ഒരു പ്രാർത്ഥനാന്തരീക്ഷം. അത് നിശ്ചിത സമയത്ത് വേണം, കൃത്യമായിട്ട് വേണം. അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അമ്മയും മക്കളും പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ ചായക്കടയിൽ നിന്ന് വന്നിട്ടില്ല, കവലയിൽ നിന്ന് വന്നിട്ടില്ല, അങ്ങാടിയിലാണ് ഇപ്പോഴും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും തിരുക്കുടുംബമല്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും ദമ്പതികളും മക്കളുമൊക്കെ ഒരുമിച്ച് നിലനിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ ചെതറിപ്പോവും. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് നിലനിൽക്കും. ഇപ്പൊ കുടുംബത്തിൽ ഈ ഒരു പ്രാർത്ഥനാന്തരീക്ഷം വേണം. ഒരുമിച്ചിരുന്ന് ബൈബിള് വായിക്കണം. ഞായറാഴ്ച കുർബാനകൾക്ക് വീഴ്ച വരുത്തരുത്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്തരുത്. ഇതെല്ലാം കുടുംബത്തിലുള്ളപ്പം നമ്മുടെ കുടുംബം ഒരു തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. നസസിലെ തിരുക്കുടുംബം പോലെ ഒരു തിരുക്കുടുംബമായിട്ട് മാറുന്നു. പ്രാർത്ഥനയുടെ, വചനത്തിന്റെ, കൗദാശിക ജീവിതത്തിന്റെ ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ മാറ്റുവാനാ ദൈവം വിളിക്കുക. അങ്ങനെ മാറുന്ന കുടുംബത്തിൽ ഒരു തിരുക്കുടുംബത്തിന്റെ അന്തരീക്ഷം ആ കുടുംബങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കും. അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുക. കുടുംബത്തെ തിരുക്കുടുംബമാക്കുവാൻ തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ യോസേപ്പ് പിതാവ് നമ്മളെ വിളിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ യോസേപ്പ് പിതാവ് ജീവന്റെ സംരക്ഷകനുമായിരുന്നു. ജീവന്റെ സംരക്ഷകൻ. തനിക്ക് ഏൽപ്പിച്ച പൈതലായ യേശു, ഹെരോദേസിലെ വാളിൽ നിന്നും യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചോടുന്ന യോസേപ്പ് പിതാവ്, ആ ജീവനെ ഈജിപ്തിൽ കൊണ്ടുപോയി പരിപാലിക്കുന്ന യോസേപ്പ് പിതാവ്, വീണ്ടും വന്നപ്പോൾ ഹെരോദസിന്റെ പിൻതലമുറക്കാര് ആ ജീവനെ കൊല്ലുമെന്ന് പേടിച്ച് വീണ്ടും ഒളിച്ചു പാർക്കുന്ന യോസേപ്പ് പിതാവ്, നസത്തിൽ പോയി ഒളിച്ചു പാർക്കുന്ന യോസേപ്പിനെ നമ്മൾ കാണുകയാണ്. ജീവന്റെ സംരക്ഷകനായിരുന്നു യോസേപ്പ് പിതാവ്. ഇന്ന് ജീവനെ അവഹേളിക്കുന്ന, ജീവന്റെ വിലയ്ക്ക് ഒരു ഊന്നലും കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നു. ജെറമിയ 1:5 നമ്മളിങ്ങനെയാണ് വായിക്കുക: നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. 2 മക്ബായർ 7:22 നമ്മളിങ്ങനെ വായിക്കുന്നു. 2 മക്ബായർ 7:22. ഒരമ്മ സ്വന്തം മക്കളോട് പറയാം, മക്കളെ, നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്തതും നിങ്ങൾക്ക് ജീവന്റെ ശ്വാസം തന്നതും ഞാനല്ല, ദൈവമാണ്. നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്തതും നിങ്ങൾക്ക് ജീവന്റെ ശ്വാസം തന്നതും ഞാനല്ല, ദൈവമാണ്. അപ്പോൾ ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാൻ അവകാശമുള്ളൂ. ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാൻ അവകാശമുള്ളൂ. നമ്മളൊക്കെ ജീവന്റെ സംരക്ഷകരാ. നമുക്കറിയാം, പ്രോ ലൈഫ് മൂവ്മെന്റുകൾ, എത്രയോ കാത്തലിക് യൂത്ത് മൂവ്മെന്റ്സുകൾ അതിന് ഊന്നൽ കൊടുത്ത് ഇടവക സമൂഹങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സകല ക്രിസ്തീയ സഭകളും ജീവന്റെ മൂല്യങ്ങളെ ആഴമായി പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പാഠം പഠിപ്പിക്കുക. തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭർത്താവും വഴങ്ങുന്ന ഭാര്യയും നടത്തുന്ന ഡോക്ടറും സഹായിക്കുന്ന നേഴ്സും ദൈവത്തിന്റെ കോടതിയിൽ കൊലപാതകത്തിന് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഭ്രൂണഹത്യയെ തിരുസഭ വളരെ ശക്തമായിട്ട് തിരുത്തുന്നതും ശാസിക്കുന്നതും. ജീവൻ നഷ്ടപ്പെടുത്തിയും ഉദരത്തിലെ ശിശുവിനെ സംരക്ഷിക്കുന്നവരെ വിശുദ്ധരായി വലിയ ഹീറോയിനായിട്ട് സഭാമാതാവ് അവതരിപ്പിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഇന്ന് എത്രയോ ജീവിതങ്ങളെയാ ഇന്ന് വിലയില്ലാതെ തള്ളിക്കളയുന്ന ഒരു ലോകത്തിലെ നമ്മൾ ജീവിക്കുക. ഗർഭഛിദ്രത്തിലൂടെ ലക്ഷങ്ങൾ വധിക്കപ്പെടുന്ന ലോകം, നവജാത ശിശുക്കളെ ചെറിയ തുകയ്ക്ക് വിൽക്കുന്നവര്, ബസ് സ്റ്റാൻഡിൽ എറിഞ്ഞിട്ട് പോകുന്നവര്, പാതയോരങ്ങളിൽ തള്ളിയിട്ട് പോകുന്നവര്, അഴുക്കുചാലുകളിൽ എറിഞ്ഞിട്ട് പോകുന്നവര്, കുറ്റിച്ചെടിയിലിടയിൽ തിരികെ കയറ്റുന്നവര്, വണ്ടിക്കകത്ത് ഉപേക്ഷിക്കുന്നവര്, ഒരുപാട് പേരെ നമ്മൾ കണ്ടെത്തും. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിലാണ് പറയുക, ജീവന്റെ മൂല്യത്തെ നമ്മൾ സംരക്ഷിക്കുക. കുറെ നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ
ഒരു ടൗണിൽ ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ അന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്ത ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ വാർത്ത. ഒരു സ്ത്രീ 7 മാസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ വന്ന് ടൗണിൽ ഇറങ്ങുന്ന സമയത്താണ് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. എന്തോ ഓർത്ത് ഫോണിൽ സംസാരിച്ച് ഇറങ്ങിപ്പോയി. 7 മാസം പ്രായമായ കുഞ്ഞിനെ ബസ്സിന്റെ സീറ്റിൽ കിടത്തിയിട്ട് പിന്നെ 1.5 മണിക്കൂർ ഓട്ടോറിക്ഷയിൽ കറങ്ങി നടന്ന് അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും കുഞ്ഞിനെ കണ്ടുപിടിച്ച അമ്മയെക്കുറിച്ചുള്ള ഒരു വിവരണം. ഇപ്പൊ ജീവനെ മനുഷ്യനിൽ നിന്ന് മാനിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. 10 രൂപയ്ക്ക് വേണ്ടി മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന ലോകം, എന്തും ചെയ്യാനൊരു മടിയുമില്ലാത്ത ലോകം, കൂട്ടുകാരനെ റാഗിങ് നടത്തി കൊല്ലുന്ന സ്നേഹിതൻ, ഭർത്താവിനെ കൊത്തി നുറുക്കുന്ന ഭാര്യയെ വെട്ടിനുറുക്കുന്ന ഭർത്താവ്, കുഞ്ഞുങ്ങളെ വിഷം കൊടുത്തു കൊല്ലുന്ന മാതാപിതാക്കൾ, ജീവൻ ഒരു മൂല്യമില്ലാത്ത ഒരു ലോകത്ത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകത്തില് മൃഗത്തിനും പക്ഷിപ്പറവുകൾക്കും ഒക്കെ വലിയ വില കൊടുക്കുമ്പോഴും ജീവിക്കുന്ന മനുഷ്യന് വില കൊടുക്കാത്ത ലോകമാണ്. മനുഷ്യജീവന് വിലയില്ലല്ലോ. ഒരു കാട്ടിലെ മാനെ വെടിവെച്ചാൽ പുറത്തിറങ്ങാൻ മേലാത്ത കേസ്, ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാലോ അവന് ദിവസങ്ങൾക്കുള്ളിൽ പരോളിലിറങ്ങിപ്പോരാം, ജാമ്യത്തിൽ പോരാം. എന്തൊരു വിരോധാഭാസമാണ് നമ്മുടെ ലോകം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ മനുഷ്യജീവന്റെ വില ഒന്നുമല്ലെന്ന് പഠിപ്പിക്കുന്ന ലോകത്തിൽ യൗസേപ്പ് പിതാവ് ജീവന്റെ മൂല്യത്തെ കാണിക്കുകയാണ്, പൈതലായ യേശുവിനെ സംരക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് എത്ര തെണ്ടി കുത്തുവാള എടുത്താലും മക്കളെ രക്ഷിക്കാൻ, ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ ദൈവമെന്നും പരിപാലിച്ചിട്ടേ ഉള്ളൂ. ഇവിടെയാണ് യൗസേപ്പ് പിതാവിനെ നമ്മൾ കാണുക. ജീവന്റെ സംരക്ഷകനായി യൗസേപ്പ്, തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ യൗസേപ്പ്, ജീവന്റെ സംരക്ഷകനായ യൗസേപ്പ് നമ്മളോടും പറയുന്നു, ദൈവം തന്ന കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുക. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, വൈകാരിക ബുദ്ധിമുട്ടുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, ക്ലേശങ്ങളുണ്ടാകാം. തളരരുത്, തകരരുത്. അതിന്റെയൊക്കെ നടുവിൽ പിടിച്ചു നിൽക്കുന്ന തിരുക്കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റുവാൻ തമ്പുരാൻ യൗസേപ്പിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒപ്പം പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മമെടുത്തോ, തെണ്ടി കുത്തുവാള എടുത്താലും തർമ്മം ചോദിച്ചാണേലും ആ ജീവനെ നമ്മൾ സംരക്ഷിക്കണം. ഉദരത്തിൽ ജനിക്കണോ വേണ്ടയോ എന്ന് സ്വാഭാവിക പ്രകൃതി നിയമത്തിലൂടെ തീരുമാനിക്കണം. കൃത്രിമ ജനന നിയന്ത്രണ വഴികൾ സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഒരിക്കലും സഭ അനുവദിച്ചിട്ടില്ല. അതെന്നും എക്കാലത്തും പാപം, തിന്മ എന്ന് പറയുന്നു. സ്വാഭാവിക പ്രകൃതിയുടെ സംവിധാനത്തിലൂടെയുള്ള എത്ര മക്കൾ വേണമെന്നുള്ള തീരുമാനം. ദൈവം ജീവൻ തന്നോ, തന്ന ജീവനെ സംരക്ഷിക്കുക. എത്ര ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും ആ ജീവനെ ബലപ്പെട്ടതായിട്ട് കാണുക. അങ്ങനെ യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായി കുടുംബത്തെ കാത്തതുപോലെ, ജീവന്റെ സംരക്ഷകനായി ജീവനെ പരിപാലിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം തന്ന ജീവനെ മാനിക്കുക. എന്റെ ഭർത്താവിനെ ബഹുമാനിക്കുക, എന്റെ ഭാര്യയെ ബഹുമാനിക്കുക, എന്റെ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുക, വീട്ടിൽ ആശ്രിതരായി ജോലി ചെയ്യുന്നവരെ ബഹുമാനിക്കുക. എല്ലാ ജീവനും ബലപ്പെട്ട ജീവനാണ്. അപ്പൊ മനുഷ്യൻ എല്ലാ ജീവനത്തെയും ആ ജീവനെയും ബഹുമാനിക്കാനും ആദരവോടെ കാണാനും, അങ്ങനെ മനുഷ്യന്റെ ജീവനെ മാനിച്ച് എന്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കുവാനും തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനും ജീവന്റെ സംരക്ഷകനുമായ യൗസേപ്പ് പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ കൃപകളിൽ ജീവിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏദൻ തോട്ടത്തിൽ ആദ്യ കുടുംബത്തിന് രൂപം നൽകിയ നല്ല ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നീ തന്ന കുടുംബത്തെ അതിന്റെ വിശുദ്ധിയിൽ ജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും നവമായ ഒരു വലിയ കൃപയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് മറിയത്തോടും യേശുവിനോടും നീതി കാണിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരോടും നീതി കാണിച്ച് നീതിയിൽ വ്യാപരിക്കുന്ന മക്കളായി മാറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജീവനെ മാനിക്കുവാൻ, മനുഷ്യ ജീവിതത്തെ ആ ജീവനെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുവാനുള്ള ഒരു വലിയ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ജീവനെ മാനിക്കാത്ത പ്രസ്ഥാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ, ജീവന്റെ വിലയെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളോടും മൂല്യങ്ങളോടും ചേർന്ന് നിൽക്കുവാൻ, അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ മൂല്യം മനുഷ്യ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തിരുക്കുടുംബത്തിന്റെ മാതൃക ഞങ്ങൾക്ക് ബലവും ശക്തിയും പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.